കൊച്ചി മെട്രോ പില്ലറിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കാനുള്ള ദൗത്യം പുനരാരംഭിക്കുന്നു. ഫയർഫോഴ്സ് സംഘവും അനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങളും സ്ഥലത്തെത്തി. പൂച്ച അവശനിലയിൽ കിടക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. ജോയ് മോഹനുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ജോയ്, എന്തൊക്കെ വിവരങ്ങൾ? ആനന്ദ്, വീണ്ടും അതായത് നേരത്തെ നമ്മൾ രാവിലെ മുതൽ ഇതിന്റെ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടം ഇന്ന് നടത്തിയിരുന്നു. അതിൽ തന്നെ ആയാലും ഈ തിരക്കും അതുപോലെ തന്നെ ഈ മെട്രോ റെയിലിന്റെ പ്രവർത്തനം, അതായത് മെട്രോ റെയിൽ ഓഫ് ചെയ്ത് അതിന്റെ ലൈൻ ഓഫാക്കിയ ശേഷം മാത്രമേ രക്ഷാപ്രവർത്തനം നടക്കൂ എന്നായിരുന്നു നമ്മളോട് നേരത്തെ അറിയിച്ചത്. അതിന് പ്രകാരം ഇന്ന് രാത്രി 11:30 രക്ഷാപ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കും എന്നായിരുന്നു ഫയർഫോഴ്സും അതുപോലെ തന്നെ മറ്റ് ആനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങൾ നമ്മളോട് അറിയിച്ചിരുന്നത്. പക്ഷേ എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഈ പൂച്ച, അതായത് സുഭാഷിന്റെ ആരോഗ്യനിലയിൽ ഏറെ ആശങ്ക ഉള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ വെളിവാക്കുന്ന ഒരു ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അതിന് പിന്നാലെ ഇവർ ഈ രക്ഷാപ്രവർത്തനം നേരത്തെയാക്കി. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഈ ഫയർഫോഴ്സും അതുപോലെ തന്നെ മറ്റ് സേനകളും ഇപ്പോൾ ഈ കല്ലൂർ മെട്രോ സ്റ്റേഷന് മുൻപിലുള്ള ഈ പില്ലറിനടുത്ത് എത്തുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ ഇതിനിടയിലായാലും ഈ ഒരു കൊണ്ടുവരുന്ന ട്രെയിൻ അതിനൊരു തകരാറുണ്ടാവുകയും അതിനുശേഷം താൽക്കാലികമായി ഇപ്പോൾ ചെറിയൊരു തടസ്സം ഈ രക്ഷാപ്രവർത്തനം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ അതിനു പകരം മറ്റൊരു ട്രെയിൻ എത്തിച്ചിട്ട് വേണം രക്ഷാപ്രവർത്തനം ആവർത്തിക്കാൻ അല്ലെങ്കിൽ വീണ്ടും പുനരാരംഭിക്കാൻ. പക്ഷേ നിലവിൽ ആ ട്രെയിൻ അല്ലെങ്കിൽ ആ ക്രെയിൻ തിരിച്ചെത്താനുള്ള അല്ലെങ്കിൽ പകരം ക്രെയിൻ എത്താനുള്ള ഒരു സാവകാശം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ പ്രധാനമായും ഉള്ളൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് ഈ മെട്രോ ലൈനുമായി ബന്ധപ്പെട്ടാണ്. അതിലൊരു സ്ഥിരീകരണം മെട്രോ ലൈൻ ഓഫാക്കി അല്ലെങ്കിൽ മെട്രോ റെയിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ട് വേണം ഈ രക്ഷാപ്രവർത്തനം നടത്താൻ. അതിലൊരു സ്ഥിരീകരണം ഇതുവരെയും എത്തിയിട്ടില്ല. അപ്പോൾ അതും ഈ ഒരു രക്ഷാപ്രവർത്തനം പൂച്ചയെ താഴെ ഇറക്കാനുള്ള ഒരു രക്ഷാപ്രവർത്തനം വൈകിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ നിരവധി ആളുകൾ ഇവിടെയുണ്ട്. ചേട്ടാ, ഇതിന്റെ പൂച്ച തറഞ്ഞു വന്നാണോ? രക്ഷാപ്രവർത്തനം കാണാൻ വേണ്ടി വന്നാണോ? അതെ. എപ്പോഴെത്തിയ ചേട്ടൻ? ഞാൻ ഇവിടെ വണ്ടി ഓടിക്കണം മെട്രോയിൽ. പിന്നെ കണ്ടിട്ടുണ്ടല്ലോ ഇപ്പൊ ഒരാഴ്ചയായി. ഒരാഴ്ച ഇപ്പൊ ഇതിന് എന്തെങ്കിലും ഇപ്പൊ വൈകിട്ടാലും രക്ഷാപ്രവർത്തനം ആരംഭിച്ച് ഇപ്പൊ കുറച്ചും ആരംഭിച്ചതെല്ലാം കണ്ടിരുന്നു. ഞാൻ രാവിലെ കാണുന്നത് JCB ഒന്ന് മൂളിപ്പോ. എന്തെങ്കിലും വേറെ ഇവരാരെങ്കിലും പറഞ്ഞിരുന്നു ഇപ്പൊ രക്ഷാപ്രവർത്തനം എപ്പോ ആരംഭിക്കാൻ പറ്റി? ഇപ്പൊ ഒരു ക്രെയിൻ തകരാറിലായില്ല. എനിക്കറിയില്ല, അത് ഞാൻ കണ്ടില്ലായിരുന്നു. ഞങ്ങൾ കമ്പനിയുടെ ക്രെയിൻ കൊണ്ടുവന്നാണ് ഞങ്ങൾ ചെയ്ത് കൊടുത്തത്, ഭക്ഷണം കൊടുത്തത്. അന്ന് ആദ്യം കുറച്ച് കേക്കും കുറച്ച് വെള്ളമായിട്ട് നേരെ മേലെ കയറി കൊണ്ട് കൊടുത്തത്. അങ്ങോട്ട് അത് പിറ്റേന്ന്, പക്ഷേ അതിന് ശേഷം കയറിയപ്പോൾ കണ്ടില്ലെന്നാണ് പറയുന്നത്. ഫുഡ് കണ്ടില്ല, കാരണം ചിലപ്പോൾ അത് കഴിച്ചെന്നായിരിക്കും അതിന്റെ അർത്ഥം. അത് വേറെ ഒന്നുമില്ല, അതൊന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ. ഭക്ഷണം കൊടുത്തിരുന്നോ? ഞങ്ങൾ ഇന്ന് ആരും കൊടുത്തിട്ടില്ല. മീൻ മേടിച്ച് ഓഫീസിൽ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പൂച്ചയുടെ ആരോഗ്യത്തിൽ ഒരു ആശങ്കയുണ്ട്, അപ്പൊ അത് ഭക്ഷണം കഴിക്കുന്നില്ല. അല്ല, ഇന്ന് മീൻ മേടിച്ച് കൊടുക്കാനായിട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പുറത്തു പോയേക്കായിരുന്നു. രാവിലെ ഒരു പൂച്ചയുടെ കുറച്ച് അവശനിലയുള്ള കുറച്ചൊരു വീഡിയോ ഇപ്പൊ കുറച്ച് മുന്നേ പുറത്തു. അത് കണ്ടില്ല, നമ്മൾ കണ്ടില്ല, കാണാത്തൊക്കെ കണ്ടെന്ന് പറയാൻ പോയില്ല. നിലവിൽ ഇപ്പൊ രക്ഷാപ്രവർത്തനമായിട്ട് എങ്ങനെ? അല്ല, അവരിപ്പോ ഞങ്ങൾ അഫ്കോൺസിന്റെ ആൾക്കാരാണ്, മെട്രോയുടെ ആൾക്കാരാണ്, മെട്രോയുടെ വർക്ക് നടക്കുന്നതിന്റെ ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പൊ മെട്രോയുടെ ആൾക്കാരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ക്രെയിനാണ് കൊണ്ടുവന്നിട്ട് അതിൽ മേലിൽ ലിഫ്റ്റ് ക്രെയിൻ കൊണ്ടുവന്നിട്ട് അതിൽ കൊടുത്തത്. സാങ്കേതിക തടസ്സം ക്രെയിൻ അത് ഓയിൽ ലീക്ക് ആയതാണ്, ഹൈഡ്രോളിക് ഓയിൽ ലീക്ക് ആയത്. അതിനിപ്പോ നടക്കില്ല, പകരം ക്രെയിൻ വരുമായിരിക്കും എന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ തന്നെ ക്രെയിനാണോ കൊണ്ടുവരുന്നത്? അല്ല, നമ്മളെ അത് വേറെ ഇത് കമ്പനിയുടെ. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു, പക്ഷേ അതിന്റെ ഒരു ഹൈഡ്രോളിക് ഓയിലിന്റെ ലീക്കേജ് കാരണം, ചോർച്ച കാരണം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റു സംവിധാനങ്ങൾ എത്തുന്നിടം വരെ രക്ഷാപ്രവർത്തനം ചെറുതായ രീതിയിൽ ഒരു തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെയുള്ളത്. ജോയി, അവിടെ എത്തിയ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? അവരും കുറച്ച് സമയം കൂടി ഈ രക്ഷാദൗത്യം പൂർത്തിയാകാൻ എടുക്കും എന്നാണോ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്? രക്ഷാപ്രവർത്തനം എളുപ്പത്തിൽ അല്ലെങ്കിൽ ഇന്ന് തന്നെ, അതായത് അധികം വൈകിക്കാണ്ട് തന്നെ പൂച്ചയെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നാണ് അധികൃതരുടെ ഭാഗത്ത് അല്ലെങ്കിൽ മറ്റ് സേനാംഗങ്ങളുടെ ഭാഗത്ത് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതിന് പ്രകാരമാണ് ഇത്തരത്തിൽ ഇന്ന് രാത്രി 11:30 രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ പിന്നാലെ അവർ നേരത്തെ ആക്കുകയായിരുന്നു. അപ്പോൾ എത്രയും വേഗത്തിൽ പൂച്ചയെ താഴെ ഇറക്കുക, അതിനുവേണ്ട മറ്റ് കാര്യങ്ങൾ ഉറപ്പാക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ
ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സേനകളും മുൻഗണന നൽകുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ നേരിട്ട ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ചെറിയൊരു വെല്ലുവിളിയായിട്ടുണ്ടായിരിക്കുന്നത് ഈ കൊണ്ടുവന്ന, അതായത് ഇവർ രക്ഷാപ്രവർത്തനമായിട്ട് ഉപയോഗിച്ചിരുന്ന ഈ ക്രെയിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു തകരാറാണ്. അപ്പോൾ അത് പരിഹരിക്കുക അല്ലെങ്കിൽ പകരം മറ്റൊരു ക്രെയിൻ എത്തിച്ച് ഈ രക്ഷാപ്രവർത്തനം നടത്തി പൂച്ചയെ വേഗം താഴെ ഇറക്കാനുള്ള ശ്രമങ്ങളാണ് നടത്താനാണ് ഫയർഫോഴ്സും മറ്റു സേനകളുടെ തീരുമാനം. ജോയി, ഏതായാലും കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇതുപോലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ മുറിവേൽക്കുമ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെടുമ്പോഴും ഒക്കെ മനുഷ്യത്വം കണക്കിലെടുത്ത് കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമാണ് ഫയർഫോഴ്സും അനിമൽ റെസ്ക്യൂ ടീമും ഒക്കെ എത്തി അതിനെ രക്ഷിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഇവിടെ ഇപ്പോൾ പൂച്ചയുടെ ആരോഗ്യനില ദിവസങ്ങളായി ഇവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ആരോഗ്യനിലയെക്കുറിച്ച് ജോയി നേരത്തെ അവിടെ നിന്നവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? രക്ഷപ്പെടുത്തുമ്പോൾ അതിനെ ആരോഗ്യകരമായി തന്നെ അത് ജീവിതത്തിലേക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? ആനന്ദ്, നമ്മൾ നേരത്തെ സംസാരിച്ചവരുടെ ഈ പ്രദേശവാസികളും അതുപോലെ തന്നെ ഈ തൊട്ടടുത്ത് മെട്രോ റെയിലിലെ ജോലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ സംസാരിച്ചിരുന്നു. ഇവരാണ് ആദ്യം ഈ ഒരാഴ്ചയോളമായി കുടുങ്ങിക്കിടക്കുന്ന പൂച്ചയ്ക്ക് കൃത്യമായി വെള്ളവും ഭക്ഷണവും ഒക്കെ ഉറപ്പുവരുത്താനായിട്ട് ഇവർ ശ്രമിച്ചിരുന്നു, ഉറപ്പ് വരുത്തിയിരുന്നു. അപ്പോൾ അതിന് പ്രകാരം ഇന്ന് രാവിലെ കൂടി ഈ പൂച്ചയ്ക്ക് മീൻ എത്തിച്ച് നൽകിയിരുന്നു എന്നാണ് പരിസരവാസികൾ, നാട്ടുകാർ അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇന്നും അതിൻ്റെ ഭക്ഷണമൊക്കെ ഇന്നും ഉറപ്പ് വരുത്തിയിരുന്നു. പക്ഷേ അതിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് അവർക്ക് പിന്നീട് തന്നെ പൂച്ചയെ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ നിലവിലെ ആരോഗ്യസ്ഥിതിയെ പറ്റി അവർക്കൊരു ധാരണയില്ല. പക്ഷെ നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ആരോഗ്യനില ഒരു അവശതയുണ്ട്. അപ്പോൾ അതൊരു ചെറിയൊരു ആശങ്കപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ട്. ആനന്ദ്, ജോയി, ക്രെയിൻ ഇല്ലാത്തത് മാത്രമാണോ പൂച്ചയെ താഴെ എത്തിക്കുന്നതിനൊരു ബുദ്ധിമുട്ടായിട്ടുള്ളത്? അതോ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ, സാങ്കേതികമായ തടസ്സങ്ങളുണ്ടോ ആ പില്ലറിൽ നിന്ന് പൂച്ചയെ താഴെ എത്തിക്കാൻ? ആനന്ദ്, പ്രധാനമായും ഈ പൂച്ചയെ താഴെ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മെട്രോ റെയിലിൻ്റെ ഈ സർവീസാണ്. അപ്പോൾ ഈ മെട്രോ റെയിൽ സർവീസ് താൽക്കാലികമായെങ്കിലും നിർത്തിവെച്ച് അതിൻ്റെ ലൈൻ ഓഫാക്കി ആ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാൽ മാത്രമേ ഉള്ളൂ ഫയർഫോഴ്സ് സേനാംഗങ്ങൾക്കായാലും ഇതിന് മേളിലെത്തി പൂച്ചയെ താഴെ ഇറക്കാൻ അല്ലെങ്കിൽ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ സാധിക്കും. അപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് ഈ വൈദ്യുതി ബന്ധം തന്നെയാണ്. അത് മെട്രോയുടെ ഈ ഒരു സർവീസ് തന്നെയാണ്. അപ്പോൾ അത് തടസ്സപ്പെടുത്തുന്നതിനെ പറ്റി അല്ലെങ്കിൽ ഈ മെട്രോ ലൈൻ ഓഫ് ആക്കുന്നതിനെ പറ്റി ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു വിവരങ്ങളും ഇപ്പോൾ ലഭിച്ചിട്ടില്ല. ഈ ഘട്ടത്തിൽ മെട്രോ റെയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല. നമ്മൾ അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ബന്ധപ്പെടുമ്പോഴായാലും ഈ മെട്രോ ലൈൻ ഓഫാക്കി രക്ഷാപ്രവർത്തനം നടത്തുന്നതിനെ പറ്റി സൂചനകളൊന്നും അവർക്കും ലഭിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. അതായത് പ്രധാനമായും ഈ സേനാംഗങ്ങൾക്കായാലും പൂച്ചയുടെ അടുത്തേക്ക് എത്തണം. ഇപ്പോൾ നിലവിലായാലും ഇന്നത്തെ ദിവസം നമ്മൾ രാവിലെ മുതലായാലും പൂച്ചേനെ കാണാൻ സാധിച്ചിട്ടില്ല. പലപ്പോഴായിട്ട് ഈ അനിമൽ റെസ്ക്യൂ അംഗങ്ങൾ പലപ്പോഴായി അതിൻ്റെ പില്ലറിൻ്റെ മുകളിലേക്ക് എത്തുകയും ക്രെയിൻ ഉപയോഗിച്ച് മേളിൽ എത്താൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ശ്രമിച്ചിട്ട് ആ രണ്ട് സൈഡിലും, അതായത് ഇപ്പോൾ ഈ കലൂർ സ്റ്റേഡിയത്തിൻ്റെ മുൻപിലുള്ള 555 നമ്പർ പില്ലറിലായിരുന്നു ഇത്തരത്തിൽ പൂച്ച കുടുങ്ങിക്കിടന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഈ റോഡിന് ഇരുവശത്തും എത്തി ഇവർ പൂച്ചയെ എവിടെയാണ് പൂച്ച ഒളിഞ്ഞിരിക്കുന്നത്, എവിടെയാണ് സുഭാഷ് മറിഞ്ഞിരിക്കുന്നതെന്ന് കണ്ടെത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ പൂച്ചയെ കാണാൻ സാധിച്ചിട്ടില്ല. ഈ അനിമൽ റെസ്ക്യൂ ഉച്ചയ്ക്ക് ശേഷം നടത്തിയ രക്ഷാപ്രവർത്തനം ഈ പൂച്ച എവിടെയാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവർക്ക് എന്തായാലും ഈ വൈദ്യുതി ബന്ധം അതായത് മെട്രോയുടെ ഈ ലൈൻ ഓഫാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിന് മുകളിൽ കയറിയാലും പൂച്ചയെ കണ്ടെത്തിയും അതുപോലെ രക്ഷാപ്രവർത്തനം നടത്താനും സാധിക്കുള്ളൂ. അപ്പോൾ പ്രധാനമായും വിളിക്കുന്ന വെല്ലുവിളി ഇത് തന്നെയാണ്. അതുപോലെ തന്നെയാലും ഈ ക്രെയിനിൻ്റെ തകരാറിലായത്, അതായത് ക്രെയിനിൻ്റെ ഹൈഡ്രോളിക് നമുക്കിപ്പോൾ കാണാം, ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ആദ്യം രക്ഷാപ്രവർത്തനത്തിനായി ഉപയോഗിച്ചിരുന്ന ക്രെയിനിൻ്റെ ഹൈഡ്രോളിക് ഓയിൽ എന്തോ ഒരു ചോർച്ച സംഭവിച്ചതാണ്. അപ്പോൾ ആ ഓയിലുകൾ റോഡിൽ മൊത്തം വീണ് അത് ക്ലീൻ ചെയ്യുകയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. അപ്പോൾ ഈ തകരാറിലായ ക്രെയിൻ ഈ സമീപത്ത് തന്നെ മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ പകരം മറ്റൊരു സംവിധാനം ഉടൻ എത്തിച്ച് രക്ഷാപ്രവർത്തനം തുടരണം എന്ന് തന്നെയാണ് തീരുമാനം. ശരി, ജോയ്മോനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി പൂച്ചയെ താഴെ ഇറക്കുന്ന രക്ഷാദൗത്യം നടക്കുമ്പോൾ നമുക്ക് ഈ വാർത്തയിലേക്ക് വരാം. കൊച്ചി മെട്രോ പില്ലറിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കാനുള്ള ദൗത്യം എല്ലാവരും ചേർന്ന് നടത്തുകയാണ്. അല്പസമയത്തിനുള്ളിൽ അത് പൂർണ്ണമാകും എന്നാണ് കരുതുന്നത്.